കുടിൽ മുതൽ കൊട്ടാരം വരെയാണ് ഡിമോസിന്റെ താങ്കളി. അതുകൊണ്ട് ഇത് വലിയൊരു ഷോറൂമാണ് കരുതി സാധാരണക്കാർക്ക് ഇവിടെ ഫർണിച്ചർ ഉണ്ടാകുന്ന ഒരിക്കലും കരുതരുത്. എല്ലാ തരം ഫർണിച്ചറും ഞങ്ങൾക്ക് ലഭ്യമാണ്. ഫർണിച്ചർ വിപണന രംഗത്തെ കുലപതിയായ ഡിമോസ് ഫർണിച്ചർ ഗ്രൂപ്പിന്റെ 14ാമത് ഷോറൂം കലമ്പലം പുല്ലൂർമുക്കിലായി ഇന്ന് രാവിലെ പ്രവർത്തനം ആരംഭിച്ചു. ഡിമോസ് ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറും സിനിമാ സീരിയൽ താരങ്ങളുമായ ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലും ചേർന്നാണ് ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ ഡിമോസിന്റെ 14ാമത്തെ ഷോറൂമിന്റെ ഇനോഗ്രേഷനാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് ഞങ്ങൾ ഡിമോസ് ആദ്യമായിട്ട് കാലുവെച്ചിരിക്കുകയാണ്. കലമ്പലത്താണ് അത് തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഡിമോസുമായിട്ട് കഴിഞ്ഞ 3-4 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ 3-4 വർഷമായിട്ട് ഡിമോസിന്റെ ബ്രാൻഡ് അംബാസിഡറാണ്. എനിക്കെന്നും ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു ബ്രാൻഡ് അസോസിയേഷനാണ്. കാരണം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്നുള്ളതിന് ഉപരി അവിടുത്തെ സമൂഹത്തിൽ സഹായം വേണ്ടവരെ കണ്ടറിഞ്ഞ് ഏറ്റവും അർഹരായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ഡിമോസ് എന്ന് പറയുന്നത്. നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും, ഡിമോസ് ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുക, ഫർണിച്ചർ ഇല്ലാത്തവർക്ക് ഫർണിച്ചർ സൗജന്യമായി കൊടുക്കുക, എക്സ്ചേഞ്ച് ഓഫർ പോലെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്ന് കസ്റ്റമേഴ്സിന് കൂടെ അത് സൗകര്യപ്പെടുന്ന രീതിയിലുള്ള പുതിയ നൂതനമായിട്ടുള്ള ഐഡിയാസുമായിട്ട് മുന്നോട്ട് വരിക. കോവിഡ് സമയത്ത് ഇനി എന്ത് എന്നുള്ളത് നാട് മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഉള്ള ഒരു സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് ആളുകൾക്ക് ഫർണിച്ചർ വാങ്ങാൻ പറ്റുന്ന ഒരു ശൃംഖല തന്നെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഡിമോസ് ഈ കാലയളവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ നമുക്ക് വ്യാപിക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കല്ലമ്പലത്തിലേക്ക് വരാനുള്ള കാരണം അതാണ്. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സക്സസ്ഫുൾ ആകുമ്പോൾ, പ്രോഫിറ്റബിൾ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനെ വിപുലമാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഫുൾ ക്രെഡിറ്റും 2 പേർക്കുള്ളതാണ്. ഒന്ന് സക്കീർ ഭായിക്കും ഹംസക്കാക്കും. അവരെ വളരെ വിഷണറീസ് ആയിട്ടുള്ള 2 ഓൺട്രപ്രണേഴ്സ് ഇവിടെ ഇതിന്റെ തലപ്പത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇത് ഇത്രയും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ആദ്യത്തെ ഇനോഗ്രേഷൻ ആണ് ഡിമോസുമായിട്ട്. ഞാൻ ഒരുപാട് ഡിമോസിനെ പറ്റി കേട്ടത് ചേട്ടൻ്റെ അടുത്ത് നിന്നാണ്. ഞങ്ങൾ പരിചയപ്പെട്ട അന്ന് മുതൽ ചേട്ടൻ ഡിമോസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും സക്കീർ ഭായിനെ കുറിച്ചും ഹംസക്കിനെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് കാണിക്കുന്ന ഒരു സിൻസിയറിറ്റി, ഡെഡിക്കേഷൻ തന്നെയാണ് എനിക്കും ഡിമോസിൽ വന്നപ്പം എനിക്കും എഫേർട്ട് എടുക്കണം, ഇത് വളരണം എന്നുള്ളൊരു ആഗ്രഹം. ഇപ്പം കൊല്ലം ട്രിവാൻഡ്രത്തേക്ക് വ്യാപിച്ച പോലെ ഇനി ഓൾ ഓവർ കേരള ഡിമോസ് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ചടങ്ങിൽ സോഷ്യൽ മീഡിയ ബ്രാൻഡിംഗ് ഇൻഫ്ലുവൻസർ മുകേഷ് എം നായർക്കൊപ്പം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. സാറിന് എല്ലാ ഡിമോസിലും ബഡ്ജറ്റ് ഷോറൂംസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് കൂടുതൽ എല്ലാത്തരം ആൾക്കാർക്കും പ്രാമുഖ്യം കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഷോറൂം വരുന്നു. രണ്ടാമത് തന്നെ ഏഷ്യയിൽ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ഷോറൂമാണ് ഡിമോസിന്റെ. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഫർണിച്ചർ ചെയിനാണ്. 14 ഷോറൂമായി, ഇനി 15ാമത്തെ ഷോറൂം അടുത്ത ഉടനെ അനൗൺസ് ചെയ്യാൻ പോകുന്നു. തിരുവനന്തപുരത്തിന്റെ അറ്റത്ത് വന്നാണ് തുടങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ അകത്തോട്ട് കയറാനുള്ള അതിന്റെ ജസ്റ്റ് ഇങ്ങനെ
കയറി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തിലോട്ടാണ് അടുത്ത ഷോറൂം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ശരിയാണെന്നാണ് സെക്രട്ടറി പറയുന്നത്. അപ്പം പുതിയ ഷോറൂം അടുത്തിനി തിരുവനന്തപുരത്തിന്റെ ഹൃദയത്തെ തലസ്ഥാനത്ത് കൂടെ ഒരു ഷോറൂം വരുമ്പോൾ 15ാമത്തെ ഷോറൂം ആവും. അങ്ങനെ അല്ലേ എല്ലാ ജില്ലകളിലും നമ്മുടെ ഡിമോസിന്റെ ഷോറൂം വരട്ടെ എന്ന്, അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തൊക്കെ വരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ ഒരു ആശംസയാണ്. 14 രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഫർണിച്ചറുകളും ഇന്ത്യൻ നിർമ്മിത ട്രഡീഷണൽ ഡിസൈനുകളും സമന്വയിപ്പിച്ച് 200-ലധികം ബ്രാൻഡുകളാണ് ഷോറൂമിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിലമ്പൂർ തേക്ക് മുതൽ ഇന്തോനേഷ്യൻ തേക്കിൽ വരെ നിർമ്മിച്ചിട്ടുള്ള കൂറ്റൻ ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരമാണ് ഡിമോസിൽ നിരത്തിയിട്ടുള്ളത്. ഉദ്ഘാടനാനന്തരം പർച്ചേസ് ചെയ്ത ആദ്യത്തെ 10 പേർക്കായി 6500 രൂപയ്ക്ക് സോഫയും 4000 രൂപയ്ക്ക് അലമാരയും 9900 രൂപയ്ക്ക് ഡൈനിങ് ടേബിൾ സെറ്റും വിൽപ്പനയ്ക്കായി ഒരുക്കി. കൂടാതെ ഓരോ ഉൽപ്പന്നത്തിനു മേലും 50% ഡിസ്കൗണ്ടും നിരത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഈ ഡിസ്കൗണ്ട് കൂടുതൽ കൊടുത്ത് ചെയ്യുന്നത്. ഞങ്ങൾക്ക് 14 ഷോറൂമിൽ ഒന്നിച്ച് കിട്ടുന്ന ബൾക്കായി പ്രൊഡക്ഷൻ ചെയ്യുന്ന കിട്ടുന്ന ആ കോസ്റ്റ് എഫക്ട്, അതാണ് കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 12 വർഷമായി ഞങ്ങൾ കൊല്ലത്ത് പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അന്വേഷിച്ചാൽ അറിയാം, എത്രയോ കസ്റ്റമർ ഉണ്ട്. എല്ലാ വർഷവും ഞങ്ങൾ ഫ്രീ സർവീസ് ഞങ്ങൾ നടത്താറുണ്ട്. ഞങ്ങളോട് കൊടുത്ത ഫർണിച്ചർ അവർ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞിട്ട് ഞങ്ങളോട് പോയിട്ട് എല്ലാ വർഷവും ഞങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട്. ചടങ്ങിൽ ഓരോ അരമണിക്കൂർ ഇടവിട്ട് നടത്തിയ സമ്മാന നറുക്കെടുപ്പിലായി ഒട്ടനവധി പേർ സമ്മാനത്തിന് അർഹരായി. സമ്മാന നറുക്കെടുപ്പിനും ഉദ്ഘാടന ഓഫറുകൾക്കുമായി വൻ ജനാവലിയാണ് ഷോറൂമിനുള്ളിലേക്കായി തിങ്ങിക്കൂടിയതും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരു കപ്പിൾസായി. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർത്തിട്ട് ഒരു കുടുംബ ഏറ്റവും അത് അവർക്ക് കിട്ടുന്ന കുടുംബ സ്വീകാര്യത, കുടുംബങ്ങൾക്ക് ഇവർക്ക് കിട്ടുന്ന സ്വീകാര്യതയാണ് ഡിമോസിനെ ഈ പറയുന്ന രണ്ടുപേരെയും നമ്മുടെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് ഞങ്ങൾ സ്വീകരിച്ചത്. അവരുടെ ചിരിയും അവരുടെ മനസ്സ് തുറന്ന് ഞങ്ങളോട് കാണിക്കുന്ന സമീപനവും അവർ ചെയ്യുന്ന ആത്മാർത്ഥമായ പ്രവർത്തനം തന്നെയാണ് ഡിമോസ് ഈ ജിപിയിലെ ചിരിയിലൂടെയാണ് കണ്ടിരുന്നത്. അപ്പൊ ഗോപയും കൂടി ചേർന്നപ്പോൾ ഒരു നല്ല സ്നേഹിതരായി എല്ലാവരും. ഓക്കെ, ഇതാണ് ഡിമോസിനുണ്ടായ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഡിമോസിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളെ പർച്ചേസിങ് ടാർഗറ്റ് കസ്റ്റമർ ഇന്ന് ഫാമിലിയാണ് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നത്. ഒരു ഫാമിലി വന്നിട്ട് 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഷോറൂമാണ് ഫർണിച്ചർ ഷോറൂം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സ്വീകാര്യത ആൾക്കാരെ അവരെ കണ്ടെത്തി ഞങ്ങൾ നിലനിർത്തും. ആ ഫാമിലി ബന്ധം ഞങ്ങൾ കൊണ്ടുപോയി. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച്, കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച്, കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ, കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. സജീർ ഹാൽ, തലസ്ഥാന വാർത്തകൾ, കല്ലമ്പലം.